ഹായ്, വൈശാഖും സമീറയും കൂടിയിട്ട് ഒരു പുതിയ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മണലാരണ്യത്തിൽ ചെടികൾ വളരില്ല എന്നുള്ള കാര്യം. പക്ഷെ അതിന് വിപരീതമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്ത സുധീഷ് ഗുരുവായൂരിനെ ഞങ്ങൾ തന്നെയാണ് പരിചയപ്പെടുത്തി തന്നത്. അതുപോലെയുള്ള ഒരു കിടു ഫാമിലാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇത് അബുദാബിക്കും അലൈനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അൽ ഖത്തം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഇതൊരു വലിയൊരു ഫാമാണ്. പച്ചക്കറികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഫാമിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെയുള്ള ഒരു അറബിക് പേഴ്സൺ ആണ് ഈ ഒരു ഫാം നടത്തുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളോടൊപ്പം കൂടെ പോരാ. നമ്മുടെ നാട്ടിൽ എന്തിനാണ് കുറവുള്ളത്? നല്ല കാലാവസ്ഥ, നല്ല വളക്കുറവുള്ള മണ്ണ്. പക്ഷെ എന്നാലും കൃഷി ചെയ്യുന്നത് വളരെ കുറവല്ലേ? സത്യം. പക്ഷെ നമ്മളിപ്പോ ഉള്ളത് UAE-യിലാണ്. മരുഭൂമി നിറഞ്ഞ ഒരു നാടെന്നാണ് UAE അറിയപ്പെടുന്നത്. പക്ഷെ എന്നിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക, ഞങ്ങൾ ഇരിക്കുന്ന ഈ ഒരു ഫാമിൽ വളരാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. ഞങ്ങളിപ്പോ ഇരിക്കുന്നത് ടൊമാറ്റോ കൃഷി നടക്കുന്ന ഒരു പാടത്തിന്റെ തൊട്ടരികിലാണ്. ഇവിടെ എല്ലാം തക്കാളി ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളോട് ഇത് പറിച്ചോളാൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോ കാണാവോ? കണ്ടോ എന്തോരം തക്കാളിയാണെന്നറിയോ? ഞാനപ്പോ ഒരെണ്ണം പറിക്കുകയാണ്. സി, ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കിതൊക്കെ ഇവിടെ വരികയാണെങ്കിൽ മാത്രം കാണാൻ പറ്റും. നിറയെ ചോളം നിൽക്കുന്ന പാടത്താണ് ഞങ്ങൾ ഇപ്പോ ഉള്ളത്. ഞാൻ ആദ്യമായിട്ട് അവിടെ ഒരു ചോളം പൊട്ടിച്ചിട്ട് ഞാനും ഇങ്ങനെയാണ് ഇത് വളരുന്നുള്ള പോലെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. സമീർ എപ്പോഴും പറയുന്നൊരു കാര്യമല്ലേ, അലൈൻ സൂവിൽ പോണം എന്നുള്ള കാര്യം. ഇതുവരെ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇല്ല, കൊണ്ടുപോയിട്ടില്ല. പക്ഷെ എന്നാലും അലൈൻ സൂവിനെ പോലെ തന്നെ ഒരു സൂ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് ഈ ഒരു ഫാം ഹൗസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു പ്രൈവറ്റ് ഫാം ഹൗസ് ആണ്. പക്ഷെ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. കുരങ്ങനുണ്ട്, കഴുതയുണ്ട്, മാനുണ്ട്, അങ്ങനെ കുറെ മൃഗങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മളൊരു സ്പെഷ്യൽ സംഭവം കാണാൻ പോവാണ്. യെസ്, കുറെ അധികം സ്പെഷ്യാലിറ്റീസും ഈ ഒരു ഫാം ഹൗസിനുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കുറെ പക്ഷികളും ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സംഭവം ഒട്ടകപ്പക്ഷിയാണ്. അതിന്റെ കൂട്ടിലേക്കാണ് ഞങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു ഒട്ടകപ്പക്ഷി ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടോ. ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും ഒരു കൂട്ടില് കുറച്ച് മുട്ടയൊക്കെ ഇട്ട് സൂക്ഷിച്ച് അവിടെ നിൽക്കുകയാണ് ആശാൻ. അപ്പോ ഞങ്ങള് ഈ ഫാം ഹൗസിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കുറെ വെള്ളരിപ്രാവുകളുടെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്ന. കയ്യിൽ തീറ്റയുണ്ട്. അതെ, നമ്മൾ ഈ കൂട്ടിലൊക്കെ ഇട്ട് പ്രാവുകളെ കണ്ടിട്ടുള്ളൂ. ഇത്രയും അടുത്ത്, ഇത്രയും ക്ലോസ് ആയിട്ട് ഇതിന്റെ കൂട്ടിനുള്ളിൽ കയറുന്ന ഫസ്റ്റ് ടൈം ആണ്. ആഹാരം കൊടുക്കാൻ പോവാണ് നമ്മള്. ഓക്കെ, കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണിത്. കാരണം ഈ മാൻ കൂട്ടിനകത്ത് വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക, ഇങ്ങനെ മാനിന് തീറ്റ കൊടുക്കുക, അതൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഇത് നോക്കി, ഇതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൊട്ടടുത്താണ് ഈ മാനിനെ കാണാൻ പറ്റുന്നത്. എന്ത് രസമുള്ളൊരു കാര്യമല്ലേ. യൂഷ്വലി ഇത് ആർക്കും അങ്ങനെ കിട്ടത്തില്ല. അതാണ് ഈ ഒരു സംഭവം. ആദ്യമായിട്ടാണ് ഞാൻ മാനിന് തീറ്റ കൊടുക്കുന്നത്. പക്ഷെ ഇത് പേടിയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു മരുഭൂമിക്കകത്ത് ഇത്രയും മികച്ച രീതിയിൽ ഒരു ഫാം ഒരുക്കാന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഈ ഒരു ഫാമിന്റെ ഉടമയുടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ കൂടെ അദ്ദേഹമാണുള്ളത്. മിസ്റ്റർ നാസാർ ഖൂരിയാണ് നമ്മളുടെ കൂടെയുള്ളത്. താങ്ക് യു സോ മച്ച് സർ, താങ്ക്സ് അലോട്ട്. അപ്പോൾ ലത്തീഫ് ഉണ്ട്. ലത്തീഫ് എന്തായാലും നാസിർ സാറിന്റെ അടുത്ത് ആ ഒരു കാര്യം അറബിക്കിൽ പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു ഫാം ഇവിടെ ഒരുക്കിയതിന്റെ പേരിൽ. هو قول هذا ويجي داخل مزرعة عشان مرتاح داخل القلب، فرحان زيادة. وحلو هذا مكان كله شوفه، فرحان زيادة. نحن نشكركم على قدومكم وشفتوا المزرعة، واليوم انتم جايين رسمي. في اي وقت تبون تيجون
زيارة ودية تعالوا حياكم الله. يعني المزرعة مفتوح يعني لأي شخص هنا يعني ما عندنا أي مشكلة. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമായിക്കൊണ്ട് എപ്പം നിങ്ങൾ വരികയാണെങ്കിലും ഏത് ടൈമിനും നിങ്ങൾക്ക് വരാം, ഒരു വിഷയമില്ല. ഓക്കെ. കണ്ടതിൽ അയാൾ ഒരുപാട് സന്തോഷം. Beautiful farm. It's all maintained very well. Thank you so much, and thanks for creating all the wonderful scenes for us. Thank you. الحمد لله. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് അല്ലേ. താങ്ക് യു. അങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ഫാം കണ്ടു തീർന്നു. ഒരു ദിവസം മുഴുവൻ എടുത്താണെങ്കിലും കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും ഇറ്റ് വാസ് വർത്ത് കമ്മിങ്. ഇത്രയും അടുത്ത് മൃഗങ്ങളെ കാണാനും ഒരു തോട്ടത്തിലൊക്കെ ഇറങ്ങി പച്ചക്കറിയൊക്കെ പറിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് അവസരം കിട്ടി. ഇതിനൊക്കെ അവസരം തന്ന ആളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ദുബായിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് തിരക്കിനിടയിൽ പല പല നിമിഷങ്ങൾ നമുക്ക് മിസ്സാകാറുണ്ട്. പലപ്പോഴും നമ്മൾ ടെൻഷൻ അടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അതിനിടയിൽ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെയുള്ള ചില നല്ല സ്ഥലങ്ങൾ കണ്ടെത്തുക. കാരണം ഇതുപോലെ നല്ല മനസ്സിലുള്ള ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവർ നടത്തുന്ന പല ഫാം ഹൗസിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ പോകാൻ പറ്റും. അവിടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു നാടിനടുത്ത് നമുക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇത്രയും അധികം വെള്ളത്തിന് ലഭ്യത കുറവുണ്ട്, മണ്ണ് വളക്കൂറില്ലാത്തതാണ്, എന്നിട്ടും അവർ ഇത്രയും മികച്ച രീതിയിൽ നടത്തുമ്പോൾ ഹാറ്റ്സ് ഓഫ് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. മോൾസിലൊക്കെ പോയി മടുത്തില്ലേ? കോർണിഷിലൊന്നും പോയിരിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയല്ല ഇപ്പോ. അപ്പൊ ഇതുപോലുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പോകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ബൈ.